ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മതം മാറി മുസ്ലിമായ യുവാവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. മൃതദേഹം കിണറ്റിൽ നിന്നെടുക്കുമ്പോഴാണ് യുവാവിന്റെ തല വേർപെട്ടു പോകുന്നത്. ഷാനവാസിനെ കാണാതാകുന്നതിന് മുൻപ് കൂടിയുണ്ടായിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ച് നിലവിൽ യാതൊരു വിവരവും ലഭ്യമല്ല എന്നാണ് ഷാനവാസിന്റെ ബന്ധുക്കൾ പറയുന്നത്. 3 വർഷം മുൻപുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട കേസിന്റെ ആവശ്യത്തിനാണ് എറണാകുളത്തെ ജ്യൂസ് കടയിൽ ജോലി ചെയ്തിരുന്ന ഷാനവാസ് നാട്ടിലെത്തുന്നത്. കാസർഗോഡ് ആനക്കൽ ദിനേശ് ബീഡി കമ്പനിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഉളിയത്തടുക്കയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പരേതനായ രമേശൻ, പ്രമീള എന്ന ഫമീന ദമ്പതികളുടെ മകൻ ഷെയ്ൻകുമാർ എന്ന ഷാനവാസിന്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലാകുന്നത്. 3 വർഷം മുൻപ് നാട്ടിലെ ഒരു വിവാഹ വീട്ടിൽ വെച്ച് സുഹൃത്തുക്കളുമായി ഉണ്ടായ ഒരു സംഘർഷത്തിൽ യുവാവിന്റെ കാലിൽ ഗുരുതരമായ പരിക്കേൽക്കുകയും അവിടെ സ്റ്റീലിടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ യുവാവ് ധരിച്ചിരുന്ന 3 സ്റ്റീൽ മോതിരങ്ങളും കയ്യിലുണ്ടായിരുന്നു. ഇത് കണ്ടാണ് മാതാവും സഹോദരി ഭർത്താവും ഷാനവാസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഷാനവാസിന്റേത് സ്വാഭാവിക മരണമല്ല എന്നും കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഷാനവാസിന്റെ ചില ഇടപെടലുകൾ ഒരുപാട് ശത്രുക്കളെ സ്വന്തമാക്കിയിട്ടുള്ള വിവരങ്ങൾ കൂട്ടുകാരിൽ നിന്നും ലഭിക്കുന്നു. ഇത് മാത്രമല്ല, ഷാനവാസിന്റെ കൂടെയുണ്ടായിരുന്ന ചില കൂട്ടുകാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കാതിരിക്കുന്നതായും മറ്റു ചിലരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി നിൽക്കുന്നതും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്. Stop.